ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മാജിക് നമ്പർ പ്രത്യേക രീതിയിൽ എഴുതി സൂക്ഷിച്ചാൽ ധനവാനാകാം. ഇതൊരു മികച്ച വഴിയാണ്. ഇതിനായി ചെയ്യേണ്ടത് എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കൂ. അതുപോലെ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. ധനവരവിനായി പല വഴികൾ പരീക്ഷിക്കുന്നവരുണ്ട്. ചിലർ വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നു, ചിലർ ആചാരങ്ങളെ കൂട്ടുപിടിക്കുന്നു. ഇത്തരം ചിലതനുസരിച്ച് പ്രത്യേക രീതിയിൽ ഒരു നമ്പർ എഴുതി നാം സൂക്ഷിക്കുന്നത് ധനവരവിനെ സഹായിക്കും. ഓരോ നമ്പറിനും അതിൻ്റെതായ ശക്തിയുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ച് അതിൻ്റെ ഗുണഫലങ്ങളും ലഭിക്കും. മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും ഒരു ഏഞ്ചൽ നമ്പറും ചേർന്ന് എഴുതുന്നതാണ് ഗുണം നൽകുക. ഇന്ത്യയിലേക്കാൾ കൂടുതൽ പുറം നാടുകളിലുള്ളവരാണ് ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കുന്നത്. ഏഞ്ചൽ നമ്പർ എന്താണെന്ന് നോക്കാം. പൂജകളും വഴിപാടുകളും ആവശ്യമില്ലാത്ത ഒരു വഴിയാണിത്. ഓരോ ദേവതമാർക്കും ഓരോ ബീജാക്ഷരമുണ്ട്. ബീജം എന്നത് വിത്താണ്. ഇതിൽ നിന്നാണ് സസ്യങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനാൽ ബീജാക്ഷരത്തിലൂടെ പണവും നേടാം. മഹാലക്ഷ്മിയാണ് ധനദേവത. ശ്രീം എന്നാണ് ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരം. ഓരോരോ ചൈതന്യത്തിനും ഓരോ ബീജാക്ഷരങ്ങളുണ്ട്. ധനദേവതയായ ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരമായ ശ്രീക്കൊപ്പം ഒരു പ്രത്യേക ഏഞ്ചൽ നമ്പർ കൂടി എഴുതിയാലാണ് ധനനേട്ടമുണ്ടാകുക. എപ്പോൾ എഴുതണം? ധനവരവിനായുള്ള ഏഞ്ചൽ നമ്പർ മാത്രമാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എഴുതുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ ബീജാക്ഷരം കൂടി ഉപയോഗിക്കുന്നതിനാൽ കുളിച്ച് ശുദ്ധമായ അവസ്ഥയിൽ എഴുതുക. എഴുതേണ്ട നമ്പർ. ഈ നമ്പർ എഴുതാൻ ബേ ലീഫിൽ എഴുതാം, അല്ലെങ്കിൽ ആലിലയിൽ എഴുതാം. ഇവ താഴെ വീണതാകരുത്. ഇതല്ലെങ്കിൽ ലൈനില്ലാത്ത വെള്ള പേപ്പറിൽ എഴുതാം. ഇലകളിൽ എഴുതുമ്പോൾ പവർ കൂടുതലാണ്. ഇലകളിൽ നാം കടം എന്ന വാക്ക് ഒരിക്കലും എഴുതരുത്. ഇലയിൽ എഴുതുകയാണെങ്കിൽ ഇതിൽ കീറലുണ്ടാകരുത്. വൈകിട്ട് 6-ന് ശേഷം ആലില പെറുക്കരുത്. ഗ്രീൻ മഷിയുള്ള പേന കൊണ്ട് എഴുതണം. കാരണം പച്ചയാണ് ധനവരവിനെ സൂചിപ്പിക്കുന്നത്. 2918 എന്നതാണ് ഈ മാജിക് നമ്പർ. ഇത് എഴുതി പേഴ്സിൽ വെക്കാം. ഇതല്ലെങ്കിൽ പണം വയ്ക്കുന്ന അലമാറയിൽ വയ്ക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് നല്ലതാണ്. ഈ ഇലയോ പേപ്പറോ പഴകിപ്പോയാൽ ഇത് മാറ്റി പുതിയതായി എഴുതി വെക്കണം. സമയം നോക്കി ദിവസങ്ങൾ നോക്കി തന്നെ എഴുതണം. മാറ്റുന്ന പേപ്പർ ആരും ചവിട്ടാത്തിടത്ത് നോക്കിയിടണം. അല്ലെങ്കിൽ ഈ പേപ്പറോ ഇലയോ കത്തിച്ചു കളയാം. ഇതൊരു ജോലിയും ചെയ്യാതിരിക്കുന്നവരല്ല എഴുതേണ്ടത്. ഭർത്താവ് ജോലിക്ക് പോകുന്നുവെങ്കിൽ ഭാര്യയ്ക്ക് ജോലിയില്ലെങ്കിലും എഴുതാം. അതായത് ഒരു വരുമാന സ്രോതസ് ഉണ്ടാകണം. അല്ലാതെ വെറുതെ ഇരുന്ന് നമ്പർ എഴുതിയിട്ട് കാര്യമില്ല. ഇതെല്ലാവരും എഴുതി നോക്കൂ. ഒരുപാട് സക്സസ് ആയ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.